രുചിക്കൂട്ട്. എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നാദ്യം നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. വെള്ളമൊക്കെ തീർത്തും പോവട്ടെ. നല്ല വൃത്തിയായിട്ട് കഴുകുകയും വേണം. ഇന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകിന് പകരം പെരിഞ്ജീരകം ഇടാം. മൂക്കുമ്പോൾ ഒരു 10-15 ചുവന്നുള്ളി കൂടി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്നിടാം. അത് കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ഇടാം. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പും കൂടി അതിലേക്ക് ചേർക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് മല്ലി, മുളക്, പെരിഞ്ജീരകം, കറിവേപ്പില, കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഇടണ്ട. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അത് അരച്ചെടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചൂടുവെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. വെന്ത് കുറുകി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട്, മല്ലിയില ഇതൊക്കെ ഒന്ന് ഇടാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കിസ്മിസും ഇടാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറിയാണ്. ഇതോടൊപ്പം കഴിക്കാനൊരു കാര്യം പറഞ്ഞുതരാം. 2 കപ്പ് മൈദയിൽ 2 സ്പൂൺ കട്ടത്തൈര്, 1 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ, ഉപ്പ് ചേർത്ത് യോജിപ്പിക്കാം. അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ്, കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത്, ചൂടുവെള്ളവും ചേർത്ത് പൊങ്ങാൻ വെക്കണം. അത് ഇതിലേക്ക് ചേർക്കാം. ഇരട്ടി വലുപ്പത്തിൽ പൊങ്ങി വരുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് കരിഞ്ജീരകം കൂടി അതിൻ്റെ പുറത്തേക്ക് വിതറിയെടുക്കാം. കരിഞ്ജീരകം ഇല്ലെങ്കിൽ വെളുത്തുള്ളിയാണ് ഇഷ്ടമെങ്കിൽ അതും അരിഞ്ഞതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പരത്തി വയ്ക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഒരു വശം നന്നായിട്ട് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ചൂടായിട്ടുള്ള ഒരു തവയിലിടുക. തവയിലിടുമ്പം ഒരു ആവശ്യം പൊങ്ങി വരുന്നത് കാണാം. ആ പൊങ്ങി കുമ്പളകളായിട്ട് വരുമ്പോൾ അത് നേരെ ഫ്ലെയിമിലേക്കൊന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുക. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെയുള്ള ഒരു നാൻ കിട്ടും. ഇത് നമുക്കിതിനൊപ്പം കഴിക്കാം. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് അല്പം ബട്ടറും ചേർക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.